ശാരിക്കപ്പെടുന്നില്ല
Alleluia.
വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ശ്രീഹരിയുടെ സ്തുതി എന്റെ സഹോദരങ്ങളെ, ദൈവഭവനത്തിന്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതിനാൽ വിശ്വാസത്തിന് ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. ഇതിന് ദുഷ്ടസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെളിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വസനാകിയ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണമായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്ത് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നുവെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിൻവലിവരെ അവശേഷിക്കുന്നില്ല. മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഭീതമായ മത്തിരിപ്പം, ശത്രുക്കളെ വെള്ളിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കൂ. മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ 2-3 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു. ദൈവപുത്രനെ പുച്ഛിച്ച് തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയോടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പ്രതികാരം എന്റേതാണ്. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നതും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നതെന്നും യേശു പറഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളം ഒഴിച്ചു.
ദൈവമായ കർത്താവേ, ജീവദായകമായ നിന്റെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് വിനയത്തോടെ മുന്തിരിത്തോട്ടത്തിൽ ശ്രേഷ്ഠമായ സേവനം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നിന്റെ സത്യശിഷ്യന്മാരുടെ കാലുകൾ കഴുകി നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നതനുസരിച്ച് ഞങ്ങളും പരസ്പര പാദങ്ങൾ കഴുകി നിന്റെ മാതൃക ഉറപ്പിച്ച് നിന്നെ കീഴ്പ്പെടുത്തുമാറാകണമേ. വിനയത്തിന്റെ മാതൃക എല്ലാ ശിഷ്യന്മാരുടെയും സ്ഥിരപ്രതിഷ്ഠമായി തീർന്നിരിക്കുന്നു. കർത്താവേ, നിന്റെ വിനയത്തിൽ സദൃശപ്പെടുവാനും നിന്റെ വത്സലരുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുവാനും ഈ വെള്ളം മൂലം സകലഭാവമായിരിക്കും നിന്നും കഴുകപ്പെടാനും കരുണയോടെ ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് പിതാവിനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. കർത്താവേ, ഇപ്പോൾ കഴുകുന്നവരും കഴുകപ്പെടുന്നവരുമായ നിന്റെ ദാസരായ ഞങ്ങളെല്ലാവരെയും വിശ്വാസപൂർവ്വം നീ വെള്ളത്തെ സമീപിക്കുന്ന സകലരെയും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, അനന്തരം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടങ്ങുവാൻ തുടങ്ങി. ശ്രേഷ്ഠതയെ താഴ്ത്തി മണ്ണായേ കഴുകിയ സർവേശ കൃപയാലഭഗവന്ദ്രത്തിൻ മാലിന്യം കഴുകൂ. Amen.
സകല ദുഷ്ടവികാരങ്ങളും നടപടികളും ശീലങ്ങളും
തുടച്ചു കളയട്ടെ. അവർ നിന്നോടുകൂടെ എല്ലാവരെയും വെടിപ്പാലും ശുദ്ധിയാലും നിശ്ചയാന്തരമായി പ്രീതമായി ഇരുന്നാൽ ശ്രേഷ്ഠനായി തീർക്കട്ടെ. ശ്രേഷ്ഠതയെ താഴ്ത്തി അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുമോ? നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനേക്കാൾ വലിയവനല്ല, ഐക്യപ്പെട്ടവനേക്കാൾ വലിയവനുമല്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങളിതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ. നിങ്ങളെല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത്. ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ പുതികാലം തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അത് സംഭവിക്കും
അനുഗ്രഹകരമായ കാര്യങ്ങൾ ശുശ്രൂഷ ഇവിടെ പൂർത്തിയാകുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ പെസഹ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ അഭിനന്ദ പിതാവും കാൽ കഴുകപ്പെട്ട എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതാണ്. പ്രിയപ്പെട്ട ജസ്റ്റിൻ ആ സമയത്ത് നന്ദി അറിയിക്കുന്നു. അഭിമന്യ പിതാവേ, ബഹുമാനപ്പെട്ട ജനറാളച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ,
അനുഗ്രഹത്തിൻ്റെ കുറച്ച് മണിക്കൂറുകളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. കാരണം അങ്ങ് കുമളി കട്ടപ്പന മുതൽ ഇങ്ങ് ആലപ്പുഴ വരെ ഉള്ള മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല ഭദ്രാസനത്തിലെ അൽമായ സഹോദരങ്ങളാണ്. അവരുടെയാണ് കാല് അഭിമന്യ പിതാവ് ഇവിടെ കഴുകിയത്. നമുക്കറിയാം, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ചെറിയൊരു കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട വൈദികർക്ക് പള്ളിമേളയിലും അതുപോലെ തന്നെ വന്നിട്ട് തിരിച്ചു പോകുന്നവരുടെ പള്ളിയിലെ ഹോളിലും ക്രമീകരിച്ചിട്ടുണ്ട്. നന്ദി തുടരുന്നു. അപ്പോൾ അൽമായ സഹോദരങ്ങളെ അഭിമന്യ പിതാവ് ചേർത്ത് പിടിച്ചതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ 2025 വർഷത്തെ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് അങ്ങ് കുമളി കട്ടപ്പന മുതൽ ആലപ്പുഴ വരെയുള്ള ഈ അൽമായ സഹോദരങ്ങളെ തിരഞ്ഞെടുത്തത്. അതിന് നേതൃത്വം നൽകിയത് തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ MCA ആണ്. അതിൻ്റെ വൈദിക ഉപദേഷ്ടാവ് പ്രിയബഹുമാനപ്പെട്ട അത്തായി മണ്ടൂർ വടക്കേതിലച്ചൻ, അതിരൂപത പ്രസിഡന്റ് ബിജു പാലത്തിങ്ങൽ അടക്കമുള്ള അതിരൂപതയിലെ നേതാക്കന്മാര്, അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ മേഖലയിലെയും പ്രസിഡന്റുമാര്, അവരും ഇവിടെ എത്തിച്ചേർന്നത് അവരുടെ ഭാഗങ്ങളാണ് അഭിമന്യ പിതാവ് കഴുകിയത്. ഇതിന് അവസരമൊരുക്കി തന്ന അഭിമന്യ പിതാവിന് തിരുവല്ല അതിഭദ്രാസന സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛനോട് MCA തിരുവല്ല അതിഭദ്രാസന സമിതിയുടെയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ നിരണം മേഖലയുടെ മേഖലാ സമിതി, അതുപോലെ തന്നെ മേഖലയുടെ വൈദ്യ ഉപദേഷ്ടാവും മേഖലാ വികാരിയുമായ ബഹുമാനപ്പെട്ട അച്ഛനോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും, പ്രിയമുള്ള ഇബോച്ചന്റെയും അതുപോലെ തന്നെ ചാമക്കലാച്ചന്റെയും നേതൃത്വത്തിലുള്ള ആ ടീമിനും പോകാനുള്ള സിസ്റ്റേഴ്സിനോടും അതിഭദ്രാസന സമിതിയുടെയും അഭിനന്ദി പിതാവിന്റെയും ഇവിടെ വന്നു ചേർന്ന മുഴുവൻ പേരുടെയും നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും മുഴുവൻ നന്ദിയും പേർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നവർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ കാപ്പുണ്ട്, അതുകൂടെ കഴിഞ്ഞതിന് ശേഷമേ പോകാവുള്ളൂ എന്ന് അറിയിക്കുന്നു. നന്ദി.